ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളും അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ഓണത്തിനും 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപ തന്നെയായിരിക്കും 60 ലക്ഷം വരുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുക. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ തുക മുടങ്ങാതെ മാസാവസാനം സർക്കാർ വിതരണം ചെയ്തു വരികയാണ്. എങ്കിലും 5 മാസത്തെ പെൻഷൻ തുക ഇനിയും വിതരണം ചെയ്യാൻ ബാക്കിയാണ്. അതിൽ 2 മാസത്തെ ഈ വർഷവും ബാക്കി 3 മാസത്തെ തുക അടുത്ത സാമ്പത്തിക വർഷവും വിതരണം ചെയ്ത് കുടിശ്ശിക തീർക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഈ വർഷം വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള 2 മാസത്തെ തുകയിൽ നിന്ന് ഒരു ഗഡു ആ മാസത്തെ പെൻഷനോടൊപ്പം ചേർത്ത് 3200 രൂപയായിരിക്കും ഓണത്തിന് വിതരണം ചെയ്യുക. കുടിശ്ശികയിലെ ഒരു ഗഡുവും ഓഗസ്റ്റ് മാസത്തെ പെൻഷനും ചേർത്തായിരിക്കും വിതരണം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അറിയിപ്പ്. സെപ്റ്റംബർ 15-നാണ് ഓണം എന്നതിനാൽ സെപ്റ്റംബർ ആദ്യ ആഴ്ചയോടെ തന്നെ ക്ഷേമ പെൻഷൻ സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതിന് 2 ആഴ്ചയോളം എടുക്കുന്നതിനാൽ ഓണം പെൻഷൻ വിതരണം സെപ്റ്റംബർ ആദ്യ ആഴ്ച അവസാനത്തോടു കൂടി തന്നെ ആരംഭിക്കണം. സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് ഓഗസ്റ്റ് 24-ന് മുമ്പ് 2024 മാസത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാർ കാർഡുമായി ചെന്ന് ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യാൻ ഇനിയും ഒരുപാട് പേര് ബാക്കിയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ മസ്റ്ററിംഗ് ചെയ്യുക. 24-ന് മുമ്പ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ മുടങ്ങും. പിന്നീട് അവർ എന്നാണോ 2024-ലെ മസ്റ്ററിംഗ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമാണ് അവർക്ക് പെൻഷൻ തുക ലഭിക്കുക. അതിനിടയിലുള്ള പെൻഷൻ തുകയെല്ലാം ലഭിക്കുന്നതല്ല. കിടപ്പ് രോഗികൾക്കും വയ്യാത്ത ആളുകൾക്കും ആരെങ്കിലും അക്ഷയ സെൻറ്ററിലോ വാർഡ് മെമ്പറോടോ പറഞ്ഞാൽ അക്ഷയ പ്രതിനിധികൾ വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിച്ച് നൽകുന്നതാണ്. അതിനാൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്വീകരിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്നവരും അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാറുമായി ഓഗസ്റ്റ് 24-ന് മുമ്പായി ചെന്ന് മസ്റ്ററിംഗ് നടപടികൾ മുടങ്ങാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിലവിൽ ബാങ്ക് വഴി പെൻഷൻ സ്വീകരിക്കുന്നവരിൽ ഒറ്റയ്ക്ക് താമസിക്കുകയും രോഗം കാരണം പെൻഷൻ നേരിട്ട് വാങ്ങാൻ കഴിയാത്ത ആളുകളോ ഉണ്ടെങ്കിൽ അവർക്കുള്ള പെൻഷൻ തുക വീട്ടിൽ എത്തിച്ചു നൽകുമെന്ന് തദ്ദേശ മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഒട്ടേറെ പേർക്ക് ഇത് ഒരു ആശ്വാസ വാർത്ത തന്നെയാണ്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.